അപ്പോൾ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി എടുത്തിട്ടുള്ളവരുടെ ഡൂയിങ് ഓറൽ ഹിസ്റ്ററി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, 4th യൂണിറ്റ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കവിടെ വാട്സപ്പിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജനസീസ് ഓഫ് കണ്ടംപററി ഓറൽ ഹിസ്റ്ററിയാണ്. ജനസീസ് ഓഫ് കണ്ടംപററി ഓറൽ ഹിസ്റ്ററി, വാമൊഴി ചരിത്രം. അപ്പോൾ ഈ വാമൊഴി ചരിത്രത്തിൻ്റെ വാമൊഴി ചരിത്രത്തിൻ്റെ വിപുലമായിട്ടുള്ള ശേഖരം ഉള്ളത് ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ് കേട്ടോ. അത് വൺ വേർഡൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഏറ്റവും കൂടുതൽ വാമൊഴി അഭിമുഖങ്ങളുടെ വിപുലമായ ശേഖരം ഉള്ളത് ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കാം, ചിലപ്പോൾ വൺ വേർഡായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് വരുന്ന വലിയ ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസാണുള്ളത്. നോക്കാം. ഒന്ന് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഓറൽ ഹിസ്റ്ററി ഇൻ പ്രിസർവിങ് ഹ്യൂമൻ എക്സ്പീരിയൻസസ് ബിയോണ്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഔദ്യോഗിക രേഖകൾക്കപ്പുറം മനുഷ്യാനുഭവങ്ങളെ സംരക്ഷിക്കുന്നതിൽ വാമൊഴി ചരിത്രത്തിൻ്റെ പ്രാധാന്യം ചോദിക്കും നമ്മളോട്. അത് ചർച്ച ചെയ്യുകയെന്നോ ഡിസ്കസ്സോ എക്സ്പ്ലെയിനോ എക്സ്പ്ലോറോ ഒക്കെ ചോദിക്കും കേട്ടോ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം നോക്കാം. ഔദ്യോഗിക രേഖകളുടെ പരിമിതികൾക്കപ്പുറം പോകുന്ന മനുഷ്യരുടെ ജീവൻ സ്പർശിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തെ പരമാവധി സ്പർശിക്കുന്ന ഒരു മാതൃകയായിട്ടാണ് വാമൊഴി ചരിത്രം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു മാതൃകയാണ് വാമൊഴി ചരിത്രം. ഔദ്യോഗിക രേഖകൾ അധികാരപരമായ നിലപാടുകൾ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഔദ്യോഗിക രംഗത്തു നിന്നുള്ള കാര്യങ്ങളെ മാത്രമാണ് അത്തരത്തിലുള്ള ചരിത്രത്തിൽ വരുന്നത്. സാധാരണ മനുഷ്യരുടെ ആന്തരിക ലോകം, അനുഭവങ്ങൾ, കാഴ്ചപ്പാടുകൾ, വർഗീയ ജാതീയാധിഷ്ഠിത പ്രവർത്തനങ്ങൾ എന്നിവയൊന്നും അതിൽ സത്യസന്ധമായിട്ട് കാണാറില്ല. ഔദ്യോഗിക രേഖകളിൽ അല്ലെങ്കിൽ ഓറൽ ചരിത്രമല്ലാത്ത മറ്റ് ചരിത്രങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രതിഫലിക്കാറില്ല. സ്ത്രീകൾ, ആദിവാസികൾ, ദളിതർ, തൊഴിലാളികൾ, അഭയാർത്ഥികൾ, ആഗോള വലതുപക്ഷങ്ങളാലും അതുപോലെ അധിനിവേശ ശക്തികളാലും പീഡിപ്പിക്കപ്പെട്ടവരുടെയൊക്കെ വേദനകൾ, പാരമ്പര്യങ്ങളൊന്നും ഈ രേഖയിൽ നിന്ന് എന്ത് ചെയ്യാറില്ല, ഉൾക്കൊള്ളിക്കാറില്ല. അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക രേഖകളിൽ നിന്ന് അതിനെയൊക്കെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഔദ്യോഗിക രേഖകളിൽ അതൊന്നും ഉൾക്കൊള്ളിക്കാറില്ല. അത് തീരെ ഇല്ല എന്നല്ല, പരമാവധി അതാണ് അതിൻ്റെ പ്രധാനമായ ഭാഗങ്ങളെ മാത്രമേ അതിൽ ഉൾക്കൊള്ളിക്കാറുള്ളൂ. ഇവിടെയാണ് എന്തിൻ്റെ പ്രാധാന്യം കാണുന്നത്, വാമൊഴി ചരിത്രത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് വാമൊഴി ചരിത്രം പ്രധാനമാകുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയാണ് ചരിത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി വെളിപ്പെടുത്തുന്നത്. വാമൊഴിയിലൂടെ ചെറുപക്ഷങ്ങളുടെ ജീവിതം ചരിത്രത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. സമാന അനുഭവങ്ങളുള്ള സമൂഹങ്ങളുടെ ശബ്ദങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ട് വാമൊഴി ചരിത്രം. അപരിചിതമായ ഭാഷകളും പ്രാദേശിക ശൈലികളും വാമൊഴിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കപ്പെടുന്നത്. ഇതുവഴി സംസ്കാരപരമായ വൈവിധ്യവും നിലനിർത്തപ്പെടും. അപ്പോൾ സംസ്കാരത്തിൻ്റെ വൈവിധ്യം നിലനിർത്തുന്നതിനും സഹായകമാണ്, വാമൊഴി ചരിത്രം സഹായകമാണ്. വാമൊഴി ചരിത്രം ഒരു ജീവകാരുണ്യ രൂപത്തിലുള്ള ചരിത്രശാസ്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഔദ്യോഗിക രേഖകളിൽ അപൂർവമായ കാര്യങ്ങൾ ഇതിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. വാമൊഴി ചരിത്രത്തിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് മനുഷ്യാനുഭവങ്ങളുടെ പൂർണ്ണമായ രേഖപ്പെടുത്തലിനായിട്ട് വാമൊഴി ചരിത്രം അനിവാര്യമാണ്. അപ്പോൾ വാമൊഴി ചരിത്രം അനിവാര്യമാകുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസാണ്, അല്ലെങ്കിൽ ഒരു പ്രാധാന്യമാണ് കേട്ടോ. ഇതാണ് ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും. മറ്റൊന്ന് നമ്മളോട് ചോദിക്കുക, ദ ചാലഞ്ചസ് ഓഫ് മെമ്മറി ഇൻ ഓറൽ ഹിസ്റ്ററി ആൻഡ് ഹൗ ഹിസ്റ്റോറിയൻസ് അഡ്രസ് ദം. വാമൊഴി ചരിത്രത്തിലെ ഓർമ്മയുടെ വെല്ലുവിളികളും ചരിത്രകാരന്മാർ അവയെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു അല്ലെങ്കിൽ തരണം ചെയ്യുന്നു എന്നും വിശദീകരിക്കുക. അങ്ങനെ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ ആ വെല്ലുവിളികളെ എങ്ങനെയാണ് മറികടക്കുന്നത് ചരിത്രകാരന്മാർ. 2 കാര്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുക. 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് അത്ര ഇതിൽ നിന്ന് വരുവുള്ളൂ കേട്ടോ. എസ്സേ ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കാറില്ല, ഈ ഒരു യൂണിറ്റ് ഒന്ന് ചോദിക്കാനില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വെല്ലുവിളികൾ, എങ്ങനെയാണ് ചരിത്രകാരന്മാർ അതിനെ തരണം ചെയ്യുന്നത്. വാമൊഴി ചരിത്രം വ്യക്തികളുടെ ഓർമ്മകളും അനുഭവങ്ങളും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചരിത്ര രേഖപ്പെടുത്തലാണ്. അപ്പോൾ
അതുകൊണ്ടാണ് അപ്പോൾ ആ ചരിത്രം ഓർമ്മപ്പെടുത്തലായതുകൊണ്ട്. എന്നാൽ ഓർമ്മ എന്ന് പറയുന്നത് വ്യക്തിപരവും അതുപോലെ സബ്ജക്റ്റീവായതും സമയത്തിൻ്റെ ഒട്ടനവധി സ്വാധീനങ്ങൾക്ക് വിധേയമായതുമാണ്. ഏത്? ഓർമ്മ. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഓർമ്മയെ ആശ്രയിക്കുന്നത് പല വെല്ലുവിളികൾക്കും ഇടയാക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ഓർമ്മയിൽ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അത് പല വെല്ലുവിളികൾക്കും ഇടവരുത്തുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഓർമ്മയുടെ പ്രധാന വെല്ലുവിളികളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇത്ര ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഏതൊക്കെയാണ് ഓർമ്മയുടെ പ്രധാന വെല്ലുവിളികൾ നോക്കാം. ഒന്നാമത്തത്, ആളുകൾക്ക് ഓരോ സംഭവവും മുഴുവൻ ഓർക്കാൻ കഴിയണമെന്നില്ല. ഓർക്കുന്നവരുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് അതിനെ ഓർക്കാൻ കഴിയണമെന്ന് ഇല്ല. അപ്പോൾ ചില വിവരങ്ങൾ എന്താണ്, അവർ മറന്നു പോകാനും സാധ്യതയുണ്ട് എന്നർത്ഥം അല്ലേ? പിന്നെ മറ്റൊന്ന്, ഓരോ വ്യക്തിയും സ്വയം അനുഭവിച്ച രീതിയിൽ, അതായത് ഞാൻ എങ്ങനെയാണോ ആ ഒരു സംഭവത്തെ അനുഭവിച്ചത് ആ രീതിയിൽ, ആ കൽപ്പിച്ച രീതിയിൽ കാര്യങ്ങളെ ഓർക്കും. അതായത് ഒരു സത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥം എന്ത് എന്നതിലുപരി ആ വ്യക്തി അഭിമുഖം നടത്തുന്ന ആൾ ആരെയാണോ അഭിമുഖം ചെയ്യുന്നത് ആ വ്യക്തി എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയത് ആ രീതിയിലായിരിക്കും ആളുകൾ എന്ത് ചെയ്യുക, കാര്യങ്ങളെ ഓർമ്മിക്കുക. അപ്പോൾ അതിൽ വ്യക്തിപരമായ വികാരങ്ങൾ, കുടുംബ മാന്യങ്ങൾ, ഐഡിയോളജികൾ എന്നിവ കലർന്നിട്ടുണ്ടാവും ആ ഓർമ്മകളിൽ, അത്തരത്തിലുള്ള ഓർമ്മകളിൽ. അതാണ് ഒന്ന് മറ്റൊരു ചലഞ്ച്. ഇനി വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരേ സംഭവം ആളുകൾക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും ഓർമ്മയിൽ ഉണ്ടാവുക. ചില ഓർമ്മകൾ മാറ്റിമറിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വെറും ഊഹങ്ങൾ പോലെ ആയിട്ടുണ്ടാകും. അങ്ങനെയുള്ളൊരു വെല്ലുവിളി കൂടി ഇതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാധ്യമങ്ങൾ മറ്റുള്ളവരുടെ കൺമുന്നിൽ പറയേണ്ടതായ സാമൂഹിക സമ്മർദ്ദം, സംസ്കാരപരമായ കണക്കുകൂട്ടലുകൾ മുതലായവ ഓർമ്മയെ ബാധിച്ചേക്കാം. അതായത് മാധ്യമത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില തടസ്സങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കൺമുന്നിൽ പറയേണ്ടതായ സാമൂഹിക സമ്മർദ്ദം, അതായത് ചിലത് നമ്മൾ പറയില്ലേ, അതവിടെ അങ്ങനെ പറയരുത്, അങ്ങനെ ആൾ കൂടുന്നിടത്ത് അങ്ങനെയല്ല, അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഇന്ന രീതിയിലാണെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ ചിലതിനെ നമ്മൾ മറച്ചു വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള വെല്ലുവിളികളും ഇതിലുണ്ട്, ഓറൽ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ വാമൊഴി ചരിത്രത്തിൽ ഉണ്ടാവാനുണ്ട്. അപ്പോൾ ചരിത്രകാരന്മാർ ഈ വെല്ലുവിളികളെ പല രീതിയിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിനവർ സ്വീകരിക്കുന്ന രീതി ഏതൊക്കെയാണ്, അതായത് ഇതിനെ തരണം ചെയ്യാൻ ചരിത്രകാരന്മാർ സ്വീകരിക്കുന്ന രീതികൾ. ഒന്നാമത്, വാമൊഴി വിവരങ്ങൾ മറ്റ് രേഖകളുമായിട്ട് താരതമ്യം ചെയ്ത് പരിശോധിക്കും. ലഭ്യമായിട്ടുള്ള രേഖകളുമായിട്ട് താരതമ്യം ചെയ്ത് പരിശോധിക്കും. പിന്നെ ഒരേ സംഭവം അതിൽ പങ്കെടുത്ത പലരുമായിട്ട് അഭിമുഖം നടത്തും. ഇത് വിവരങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. പിന്നെ മറ്റൊന്ന്, അത് എങ്ങനെയാണ്, ഇപ്പോൾ 5-6 ആളുകൾ ഒരേ സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ 5-6 ആളുകളോടും ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഒരേ അനുഭവം കിട്ടുന്നത്, അതിന് വിശ്വാസ്യതയുള്ളതായിട്ട് തിരഞ്ഞെടുക്കും. അങ്ങനെ. പിന്നെ മറ്റൊന്ന്, ഓർമ്മ കൃത്യമായിരിക്കണമെന്നില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ എന്ന വികാരം ഉണ്ടല്ലോ, അത് അനുഭവത്തിൻ്റെ സത്യം പ്രധാനമാണെന്ന് ചരിത്രകാരന്മാർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ വാക്കുകൾ മാറ്റം വരുത്താതിരിക്കാൻ സുതാര്യമായ ശബ്ദ അല്ലെങ്കിൽ വീഡിയോ രേഖപ്പെടുത്തലുകൾ ഉപയോഗിക്കും. ശബ്ദരൂപത്തിലോ അല്ലെങ്കിൽ ആളെ കാണുന്ന രൂപത്തിലോ വീഡിയോ എടുത്ത് വെക്കും. പിന്നെ ഒരാൾ എന്ത് ഓർക്കുന്നു, എങ്ങനെ ഓർക്കുന്നു, എന്താണ് മറക്കുന്നത് എന്നത് ചരിത്രകാരന്മാർ ആഴത്തിൽ പരിശോധിക്കും. ഇത്രയൊക്കെയാണ് ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ, ചരിത്രകാരന്മാർ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. 2 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച ആ ഒരു യൂണിറ്റ് ആയി കേട്ടോ. താങ്ക്സ്.